what we're basically planning to do today is going to Ayyappa temple in Jalandhar because നമ്മൾ അവിടുത്തെ സദ്യ അടിപൊളിയാന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സദ്യ ഇന്ന് ഉച്ചത്തിൽ അവിടെ കഴിക്കാന്നുള്ള പ്ലാനിലാണ്. നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഡയറക്റ്റ്ലി രാവിലെ ഇപ്പോൾ നമ്മൾ എണീറ്റു ഓൾമോസ്റ്റ് 9 o'clock ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡി ആവണം. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം. കാരണം നമ്മൾ എത്തുമ്പോഴേക്ക് സദ്യ തീരും എന്താണെന്ന് അറിയില്ല. അപ്പോൾ ബാക്കപ്പായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകാൻ പോണേ. ആൻഡ് പിന്നെന്താ അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് കാണാം. സോ ദിസ് ഈസ് ഓട്സ്. അപ്പോൾ നമ്മൾ ഓട്സ് ഓൾറെഡി ഓവർനൈറ്റ് ഇട്ട് വെച്ച കാരണം നമുക്ക് ജസ്റ്റ് എടുത്ത് കഴിച്ചാൽ മതി. അങ്ങനെ നമ്മൾ കഴിച്ച് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 12 o'clock കഴിഞ്ഞു കിട്ടും. അപ്പോഴത്തേക്കും നമ്മളെങ്ങനെയൊക്കെയോ റെഡി ആയി. ഇനി നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് പോകാമെന്നുള്ളതിലാണ്. ഞങ്ങൾ എന്തിനു പോകുന്നു? അമ്പലത്തിൽ പോവാണ്. സദ്യ കഴിക്കാൻ. ഒരുമിച്ച് കാല് വയ്ക്കും. നീ അടി സോനെ, എല്ലാവരും നല്ല ഡ്രസ്സുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെത്തിയപ്പോൾ 1:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെമ്പിൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂക്കളത്തിൻ്റെ പകരം പൊടി വെച്ചിട്ടാട്ടോ ഒരു കളറുണ്ടായി. എന്തായാലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുൾ ടെമ്പിൾ ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ ഒരു കളറൊക്കെ സെറ്റ് ചെയ്ത് കാണാനായിട്ട് സെറ്റായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള ബാക്കി ടെമ്പിളിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഈ ഒരു ടെമ്പിൾ. നമുക്ക് നാട്ടിലത്തെ കുറച്ചൊരു വൈബും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മളവിടെ സീറ്റ് കിട്ടാനായിട്ട് ഓരോരുത്തർ കഴിക്കുന്നതും എനിക്കൊന്നും നോക്കിയിരിക്കുകയാണ്. മറ്റേ കസാരക്കളി കളിക്കുമ്പോൾ കസാര വഴി നോക്കില്ലേ, അതേപോലെ കസാര നോക്കിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അത് ബോറടിച്ചപ്പോൾ നമ്മൾ ആൾക്കാരെ നോക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കിയിരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ നമുക്കൊരു സീറ്റ് കിട്ടി. അങ്ങനെ സീറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടും പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരുന്ന് അങ്ങനെ അവസാനം ഇല എത്തി. ഇലയുടെ കൂടെ പിന്നാലെയായിട്ട് ഓരോരോ കറികളായിട്ട് വരാൻ തുടങ്ങി. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്കെല്ലാം കിട്ടി. പക്ഷെ ഒന്നും പറയാമല്ലോ, ടേസ്റ്റ് അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. ഏത് കറി എടുത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സാമ്പാറും പപ്പടം കിട്ടാൻ കുറച്ച് ലേറ്റാവും. പക്ഷെ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു തുടങ്ങി കേട്ടോ. പക്ഷേ ഇങ്ങനെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാവധാനം കഴിച്ച് പപ്പടം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പപ്പടം എത്തി, സാമ്പാറും എത്തി, അങ്ങനെ എല്ലാം കൂടി കഴിച്ചിട്ട് ലൈക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സദ്യയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പായസം എത്തി. അപ്പോൾ എന്താ പറയുക, ലൈക്ക് നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സദ്യ കഴിക്കണേ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ നിന്ന് കഴിച്ചു ഇറങ്ങി. അപ്പോൾ പുറത്തിങ്ങനെ പീപ്പിയും ചെണ്ടയൊക്കെ വിൽക്കാനായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്ത് വാങ്ങിത്തരും? അലനോട് ഈ ചെണ്ട. ആ ചെണ്ട എന്തിനാ? വലുതുണ്ട്. കിതനൊക്കെ 150. ആക്ച്വലി ഭയങ്കര ചൂടായതുകൊണ്ട് എല്ലാവരും ചത്ത് ചെയ്തിച്ച് ഞങ്ങളത് ഓട്ടോ കയറി തിരിച്ചു വന്ന് വീട്ടിൽ കിടന്നുറങ്ങി. പിന്നെ വീണ്ടും എനിക്ക് ഫോട്ടോയ്ക്ക് വേണ്ടി റെഡി ആയിട്ടുള്ളതാട്ടോ. ഈ മറ്റേ ഡ്രസ്സിൽ ഒരുപാട് ഫോട്ടോ കിട്ടിയോണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഡ്രസ്സ് മാറ്റിയിട്ട് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ശരിക്കും നല്ല ടയേർഡാണ്. പക്ഷേ എന്നാലും എന്താ പറയുക, പ്രത്യേക ഓണമായിരുന്നു. പ്രോബബ്ലി മൈ ലാസ്റ്റ് ഓണം ഇൻ പഞ്ചാബ്. പക്ഷേ ഒരുപാട് എൻജോയ് ചെയ്തു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഓണമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചപ്പോഴാണെന്ന് ആശ്വാസമായി. അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇതേപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.